ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജീവിതയാത്രക്കിടയിൽ മനസ്സിനേൽക്കുന്ന മുറിവുകളാണ് ജീവിതത്തിൽ താളപ്പിഴകൾ സൃഷ്ടിക്കുന്നത്. അത് ആർക്കിടയിലേക്കും എപ്പോൾ വേണമെങ്കിലും കടന്നുവരാം. രോഗത്തിന്റെ തടവറയിൽ നിന്നും മോചിക്കപ്പെട്ടവർക്ക് സമൂഹത്തിന് നൽകാൻ കഴിയുന്നത് സ്നേഹവും സാന്ത്വനവും പരിചരണവും മാത്രമാണ്. പ്രധാന വാർത്തകളിലേക്ക്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്. മലബാറിന് അവഗണന. ESIയിൽ കെട്ടിക്കിടക്കുന്ന പണം അവശർക്ക് വീതിച്ചു നൽകണമെന്ന് പെൻഷൻകാർ. ESI പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ധർണാ സമരം. മാനസിക രോഗത്തിൽ നിന്നും വിമുക്തി നേടിയവർക്ക് തണലൊരുക്കി മുരുകന്റെ തെരുവ് വെളിച്ചം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി UDF സർക്കാരിന്റെ 5ാം ബജറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ അവതരിപ്പിച്ചു. മലബാർ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് കോഴിക്കോടിന് വലിയ നേട്ടങ്ങളൊന്നും ബജറ്റിൽ കണ്ടില്ല. ഭരണകാലാവധി കഴിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ മലബാറിനു വേണ്ടി, പ്രത്യേകിച്ച് കോഴിക്കോടിനു വേണ്ടി ഒന്നുമില്ല എന്ന പരാതി വ്യാപകമാകുന്നു. റെക്കോർഡ് വേഗത്തിലാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. കോഴിക്കോട്ടെ മോണോ റെയിൽ കോംട്രസ്റ്റ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ബജറ്റിൽ പരാമർശിച്ചു കണ്ടിട്ടില്ല. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് 4 വരി വികസനത്തിന് തുക വകയിരുത്തി. അതോടൊപ്പം രാമനാട്ടുകര തൊണ്ടയാട് ജംഗ്ഷനുകളിൽ ഫ്ളൈ ഓവർ നിർമ്മിക്കും. കുതിരവട്ടം ആശുപത്രിയുടെ വികസനത്തിനായി 30 കോടി അനുവദിച്ചു. ജനറൽ ആശുപത്രിക്ക് കാത്ത് ലാബ്, രാമനാട്ടുകരയിൽ ഫുട്വെയർ പാർക്ക്, വടകരയിൽ ഫിഷിംഗ് ലാൻഡ് എന്നിവയും ബജറ്റിൽ പരാമർശിച്ചു. കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികസനത്തിനായും ഫണ്ട് വകയിരുത്തിയതായി കണ്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDF സർക്കാരിന്റെ 5ാം ബജറ്റ് പൊതുജനങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഇത് സംബന്ധിച്ചുള്ള പ്രമുഖരുടെ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക്. ഈ ബജറ്റ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം ബഹിഷ്കരിച്ച ഒരു ബജറ്റാണ്. അതിന് മതിയായ കാരണങ്ങളുണ്ട്. ഇതൊരു പൂർണ്ണ അർത്ഥത്തിൽ ഇത്തരമൊരു ബജറ്റ് ആവശ്യമില്ല. കാരണം ഇനി ഭരണസമിതിക്ക്, ഇപ്പോൾ UDF സർക്കാരിന് കേവലം സാങ്കേതികമായി 2 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു ബജറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബഡ്ജറ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അടുത്തു വരുന്ന ഗവൺമെന്റാണ്. അവർ വരുമോ വരില്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റ് നല്ലൊരു എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് മലബാർ ഏരിയയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റേ മാവൂരിലെ PPP അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ ഉള്ള ഒരു പ്രഖ്യാപനമുണ്ട്. പിന്നെ ഇവിടേക്ക് കാസർഗോഡേക്കും പിന്നെ വയനാട്ടിലേക്കും വെവ്വേറെ പാക്കേജ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല ഒരു ബഡ്ജറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വൈദ്യുത വിതരണ ശൃംഖലാബന്ധിതമായ സുസ്ഥിര സൌരോർജ്ജ വിനിയോഗം എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശില്പശാല ഡോക്ടർ മഹേഷ് P. ഭാവെ ഉദ്ഘാടനം ചെയ്തു. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വൈദ്യുത വിതരണ ശൃംഖലബന്ധിതമായ സുസ്ഥിര സൌരോർജ്ജ വിനിയോഗം എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചത്. ഹോട്ടൽ CQനിൽ നടന്ന പരിപാടി ഡോക്ടർ മഹേഷ് P. ഭാവെ ഉദ്ഘാടനം ചെയ്തു. When I need it and they don't, and vice versa. So their peak load and my peak load differ. If there is that possibility, then I can trade. I don't have to sell it to the grid. So no net metering or anything like that necessary. So what is happening in effect is that depending on the
applications and markets that I have indicated here, and depending on the venue that I have indicated here, each of these venues can service these markets, and if they have excess electricity, they can sell it, and if they have a shortage, they can buy it all among themselves. 4 സെക്ഷനുകളിലായി വിവിധ വിഷയങ്ങളിലാണ് സെമിനാറുകൾ നടന്നത്. പ്രതിദിനം വർദ്ധിച്ചുവരുന്ന വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് KSEB എഞ്ചിനീയേഴ്സിന് ശില്പശാല സംഘടിപ്പിച്ചത്. പുതിയ സൌരോർജ്ജ പദ്ധതിയിലൂടെ വൈദ്യുതി ഉപഭോഗത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ പ്രതീക്ഷ. നൂതന സംവിധാനത്തിലൂടെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും ഊർജ്ജം കരുതിവെക്കാനും സാധിക്കും. CQN ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജോർജ് വി ജെയിംസ് അധ്യക്ഷനായിരുന്നു. K നന്ദകുമാർ, K സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. മഹേഷ് പി ഭാവെ, രാജൻ ബാബു PC, ജോർജ് വി ജെയിംസ്, ജയരാമൻ C തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ നടന്ന ക്ലാസുകൾ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജീവിതയാത്രയ്ക്കിടയ്ക്കെപ്പോഴോ താളം തെറ്റിയ മനസ്സ് തിരിച്ചുപിടിച്ചവർക്ക് പുതുവെളിച്ചമേകാൻ മുരുകൻ എത്തി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അന്തേവാസികൾക്ക് ഇനി മുരുകന്റെ തെരുവ് വെളിച്ചം തുണയാകും. ജീവിതത്തിന്റെ താളം തെറ്റുന്നതിനു മുൻപ് ഇവർക്കുമുണ്ടായിരുന്നു കുടുംബവും സ്വപ്നങ്ങളും. എന്നാൽ ഒരു നിമിഷത്തെ മനസ്സിന്റെ ചാഞ്ചാട്ടം തകർത്തെറിഞ്ഞത് നിറമുള്ള ജീവിതമായിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനകത്തുനിന്ന് ശുഭപ്രതീക്ഷകളുമായി അവരെത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ഇന്ന് അവർക്ക് കൂട്ടിനില്ല. പുതുജീവിതത്തിലേക്ക് കടന്നുവന്ന 4 അന്തേവാസികൾക്ക് ഇനി മുതൽ തണലേകുന്നത് മുരുകനാണ്. ആരുമില്ലാത്തവർക്ക് ആശ്രയകേന്ദ്രമായ തെരുവ് വെളിച്ചം അങ്ങനെ 4 പേർക്കും കൂടി വെളിച്ചം പകരും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അന്തേവാസികളെ ഏറ്റെടുക്കൽ ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തക കൂടിയായ കാഞ്ചനമാലയും കളക്ടർ N പ്രശാന്തും എത്തിയിരുന്നു. ആശുപത്രിയുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ മാതൃകാപരമാണെന്നും മനുഷ്യസ്നേഹത്തിന്റെ ഒരിക്കലും വറ്റാത്ത കനിവിന്റെ ഉത്തമ ഉദാഹരണമാണ് മുരുകനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയും ചില നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. 1.5 മാസമായി ഈ സംഭവം നടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് വിചാരിക്കുന്ന ആശാഭവനിൽ നിന്ന് ഒരു രോഗഭേദമായ ഒരു സ്ത്രീക്ക് അവരെ കൊണ്ടുപോയി അവിടെ വെറുതെ ഇടാനല്ല, അവരെ പരിചരിച്ച് അവരെ വളരെ സ്നേഹത്തിൽ വീട്ടിൽ നോക്കാം. എനിക്കത് നോക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എനിക്കതിനുള്ള ദൈവമായിട്ട് എനിക്കതിനുള്ള സാഹചര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നു. ഈ കൂട്ടത്തിൽ ഒരു സഹോദരിയെ അവിടുന്ന് പുറത്തിറക്കാൻ സാധിച്ചെങ്കിൽ, സാധാരണ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്ന് വിശ്വസിച്ച് കൊണ്ടുപോയ ഒരു സ്ത്രീ. അത് രോഗം പൂർണ്ണമായി ഭേദമായിട്ടും ഏറ്റെടുക്കാൻ സന്നദ്ധരായ ആരുമില്ലാത്തവർക്കാണ് മുരുകന്റെ ആശ്രയകേന്ദ്രത്തിൽ കൂടൊരുങ്ങുന്നത്. കളക്ടർ N പ്രശാന്തും കാഞ്ചനമാലയും ചേർന്നാണ് അന്തേവാസികളെ മുരുകന് കൈപിടിച്ചു നൽകിയത്. ചെറിയ നന്മ അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തുടർന്നും ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്, അർഹതപ്പെട്ട ആളുകളിലേക്ക് സത്യത്തിൽ ഇവിടെ സഹായം കിട്ടുന്നില്ല സാർ. സൗന്ദര്യത്തിന്റെയും ഗ്ലാമറിന്റെയും പണാധിപത്യത്തിന്റെയും അല്ലെങ്കിൽ ശുപാർശയുടെയൊക്കെ പേരിൽ ശരിക്കും കിട്ടേണ്ട സഹായങ്ങൾ പലതരത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ആശുപത്രികളിലും അല്ലെങ്കിൽ ഇത്തരം സേവനം ചെയ്യുന്ന ആളുകൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഓരോ വ്യക്തികളും മുന്നോട്ട് വരണമെന്ന് മാത്രം പറയുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിനും ഒപ്പം ഇവിടെയുള്ള സൂപ്രണ്ടിനും എല്ലാവർക്കും നന്ദി പറഞ്ഞു. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഇനിയും ജീവിതത്തിന്റെ മധുര നിമിഷങ്ങൾ ഇവർക്കും അനുഭവിക്കാം. മുരുകന്റെ തണൽ ഇവർക്ക് ആശ്വാസത്തോടൊപ്പം നിറം മങ്ങിയ ജീവിതവും തിരികെ നൽകും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ DMO ഡോക്ടർ RL സരിത, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ, ഡെപ്യൂട്ടി കളക്ടർ ഷെമിൻ സെബാസ്റ്റ്യൻ, RMO ഡോക്ടർ അനിത, സുധ MK, സുജ, വിനീത തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ESIയിൽ കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപ അവശത അനുഭവിക്കുന്നവർക്കായി നൽകണമെന്ന് ESI പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NV പ്രദീപ് കുമാർ ESI ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കോരത്തുകുളം ESI റീജിയണൽ ഓഫീസിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ESI പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NV പ്രദീപ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് കോടി റുപ്യയാണ് ഇന്ന് ESI കെട്ടിക്കിടക്കുന്നത്. ഈ തുക ഏതു തരത്തിൽ വിനിയോഗിക്കണമെന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന ദുഃഖകരമായ അവസ്ഥാവിശേഷത്തിലാണ്
ഈ അവശത അനുഭവിക്കുന്ന തൊഴിലാളികൾ ഇത്തരത്തിലൊരു ധർണാ സമരവുമായി ഈ ഓഫീസിന്റെ മുന്നിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യം. ESI പ്രവർത്തനം കാര്യക്ഷമമാക്കുക, 60 വയസ്സ് കഴിഞ്ഞ ESI അംഗങ്ങളായ തൊഴിലാളികൾക്ക് മിനിമം 3000 രൂപ പെൻഷൻ അനുവദിക്കുക, ESI അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചത്. ചടങ്ങിൽ ESI പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KT അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു. KV ശ്രീനിവാസൻ, എഴുത്തുപള്ളി മനോഹരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ P. അനിൽകുമാർ, സംസ്ഥാന പ്രസിഡന്റ് TN ബാലൻ, ജില്ലാ സെക്രട്ടറി TC സ്വാമി, ഡിക്സൺ ഡിക്രൂസ്, ജോൺ ജോയ്, KP ശ്രീജ, T. ഭാസ്കരൻ നായർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിനും സംഘടന ശക്തമാക്കുന്നതിനുമായി ആം ആദ്മി പാർട്ടി കേരള ഘടകം ആപ്പ് ഫോർവേഡ് എന്ന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള വളണ്ടിയർ സംഗമവും കൌൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങളും ഫെബ്രുവരി 14 ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഹാളിൽ നടക്കും. കൂടുതൽ കാര്യക്ഷമമായ പാർട്ടി പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നതിനു വേണ്ടി CR നീലകണ്ഠന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ഇന്ററിം ടീമിന്റെ ദേശീയധാരയിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് പൊതുവ്യാഖ്യാനം നൽകിയ ആം ആദ്മി പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി കേരള ഘടകം ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും ആപ്പ് ഫോർവേഡ് എന്ന കർമ്മ പദ്ധതി പ്രവർത്തനം തുടങ്ങിയതായും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ആരംഭമായുള്ള ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി ജില്ലയിലെ ആം ആദ്മി പാർട്ടി വളണ്ടിയർ സംഗമം ഫെബ്രുവരി 14 ഞായറാഴ്ച ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഹാളിൽ നടക്കും. സംസ്ഥാന കൺവീനർ CR നീലകണ്ഠന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആപ്പ് ഫോർവേഡിൽ എക്സിക്യൂട്ടീവ് യോഗവും കൌൺസിൽ യോഗവും വളണ്ടിയർമാരുടെ ചർച്ചകളും ഉണ്ടാകും. ഒളവണ്ണ പഞ്ചായത്തിലെ കൂടത്തുംപാറയിലുള്ള കൃഷിത്തോട്ടം ശ്രദ്ധേയമാകുന്നു. കൂടത്തിൽ വാസുദേവന്റെ ശൈത്യകാല പച്ചക്കറി കൃഷി പ്രദർശനത്തോട്ടത്തിലാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിളകൾ സമൃദ്ധമായി വളരുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ബീറ്റ്റൂട്ടും ഉള്ളിയും കാരറ്റും മല്ലിച്ചപ്പുമെല്ലാം കൃഷി ചെയ്യാമെന്നാണ് ഈ പച്ചക്കറിത്തോട്ടം നമ്മെ പഠിപ്പിക്കുന്നത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കൂടത്തുംപാറയിലാണ് ഈ മാതൃകാ കൃഷിത്തോട്ടം. കൂടത്തിൽ വാസുദേവനും മരക്കാട്ട് രാധാകൃഷ്ണനും ചുള്ളിയോട്ട് ശിവദാസനും ചേർന്നാണ് അയൽ സംസ്ഥാന വിളകളടക്കം വെണ്ടയും മത്തനും പയറും പീച്ചയും വാഴയുമെല്ലാം 2 ഇടങ്ങളിലായി ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നത്. തെങ്ങുകയറ്റ തൊഴിലാളിയും ചെത്തു തൊഴിലാളിയുമായിരുന്ന കൂടത്തിൽ വാസുദേവൻ ഇപ്പോൾ മുഴുവൻ സമയ കർഷകൻ തന്നെയാണ്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് നല്ല കർഷകനുള്ള അവാർഡ് നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കൃഷിവകുപ്പ് ജൂനിയർ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്നും വിരമിച്ച ചുള്ളിയോട്ട് ശിവദാസനും പെരുവയൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായ മരക്കാട്ട് രാധാകൃഷ്ണനും ഇദ്ദേഹത്തോടൊപ്പം ചേർന്നപ്പോൾ ഇത്തവണ കൃഷി ഏറെ സജീവം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആത്മ പ്ലസ് 2015-2016 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഈ പ്രദർശനത്തോട്ടത്തിൽ ബീറ്റ്റൂട്ട്, കാരറ്റ്, ഉള്ളി, മല്ലിച്ചപ്പ്, കാബേജ് എന്നിവയാണ് വളർത്തിയിരിക്കുന്നത്. ഇവയെല്ലാം ഇവിടെയും വളരുമെന്നതിന് ഈ കാഴ്ച തന്നെയാണ് തെളിവ്.
ജൈവവളങ്ങൾ മാത്രമാണ് ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നത്. കീടനാശിനി പ്രയോഗം നന്നേ കുറവ്. ഇടയ്ക്ക് വെളുത്തുള്ളി കഷായം പ്രയോഗിക്കുന്നതൊഴിച്ചാൽ കീടങ്ങളെ തിന്നാനെത്തുന്ന കൊക്കുകളും കുളക്കോഴികളുമൊക്കെയാണ് കീടങ്ങളെ അകറ്റുന്നതിൽ ഇവർക്ക് സഹായം. ഉന്തുവണ്ടിയിലാണ് തോട്ടത്തിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരുന്നത്. അമിത കീടനാശിനി പ്രയോഗത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലാതെ സമീപവാസികൾ ഇവിടെ നിന്നും രാവിലെ തന്നെ വെണ്ടയും പയറുമെല്ലാം വാങ്ങാനെത്തുന്നു. ആത്മ പ്ലസ് 2015-16 വർഷത്തെ ശീതകാല പച്ചക്കറി കൃഷിത്തോട്ടാണ്. ഇവിടെ വിജയിക്കില്ല എന്ന് നോക്കാൻ വേണ്ടി മാത്രം കേരളത്തിലും ഇങ്ങനത്തെ കൃഷികൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കൃഷി വകുപ്പിന്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സാധനങ്ങളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ വിജയിക്കുന്നാണ് ഞങ്ങളെ ഇപ്പൊ കളിച്ചു നോക്കിയാലേ അറിയുള്ളൂ. വിജയിക്കുന്ന ഞങ്ങളെ വിശ്വാസം. 50കൾക്കിപ്പുറം സജീവമായ കൃഷിപ്പണികൾ മാനസിക ഉല്ലാസവും ആരോഗ്യവും നൽകുന്നു എന്ന് മാത്രമല്ല നാടിന് നല്ല മാതൃക കൂടിയാവുകയാണ് ഈ കർഷക കൂട്ടായ്മ. സിറ്റിസൺസ് വോയിസ് കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗര ജനപക്ഷ വികസന രേഖ പ്രകാശനവും ചർച്ചയും സംഘടിപ്പിച്ചു. മാനാഞ്ചിറയും പരിസരവും മിതവേഗ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് വികസന രേഖ നിർദ്ദേശിച്ചു. മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള വിസ്തൃതമായ പ്രദേശം ലോഡ് സ്പീഡ് സോണായി പ്രഖ്യാപിക്കണമെന്ന് സിറ്റിസൺസ് വോയിസ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. വാഹനത്തിരക്കും അതോടനുബന്ധിച്ച് വരുന്ന അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളും നേരിടാൻ ലോകമെങ്ങും നഗരങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ നഗര ഹൃദയഭാഗത്തേക്ക് വരുന്നത് നിരുത്സാഹപ്പെടുത്തുകയും പൊതുഗതാഗത സൗകര്യങ്ങൾ ആകർഷകമാക്കുകയും ചെയ്യുമ്പോൾ കോഴിക്കോട്ട് മാനാഞ്ചിറ പാളയം പരിസരങ്ങളിൽ പാർക്കിംഗ് പ്ലാസകൾ നിർമ്മിക്കാനാണ് നീക്കം നടക്കുന്നത്. ഈ നീക്കത്തിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നും സിറ്റിസൺസ് വോയിസ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ജനപക്ഷ വികസന രേഖ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എ അച്യുതൻ പ്രകാശനം ചെയ്തു. ഇന്നത്തെ നഗരവികസനം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നടക്കുന്നതെന്നും നഗരത്തിന്റെ വികസനം നടക്കേണ്ടത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടായിരിക്കണമെന്നും ഡോക്ടർ എ അച്യുതൻ ആവശ്യപ്പെട്ടു. മണലിൽ മോഹനൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ കെ ഗോപാലൻകുട്ടി, പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, തായാട്ട് ബാലൻ, ടി വി രാജൻ, പി ദാമോദരൻ, ഇ കെ ഹൈദ്രു എന്നിവർ സംസാരിച്ചു. ലാൻഡ് പൂളിംഗ്, പൊതു സ്വകാര്യ പങ്കാളിത്തം തുടങ്ങിയ വഴികളിലൂടെ നഗരത്തിലെ ചെറുകിടക്കാരുടെ കച്ചവട സ്ഥാപനങ്ങളും ഭൂമിയും ഏറ്റെടുത്ത് വൻകിടക്കാർക്ക് മാളുകളും മറ്റും പണിയുന്നതിന് കൈമാറാനുള്ള കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നീക്കം നഗരത്തിലെ ജീവിതാന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കും. പൂന്തോട്ടങ്ങൾ, കളിസ്ഥലങ്ങൾ, പാർക്കുകൾ എന്നിവയൊരുക്കി പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുക, സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള കുളങ്ങൾ, കോട്ടൂളിയിലെ തണ്ണീർത്തടങ്ങൾ എന്നിവ ഏറ്റെടുത്ത് സംരക്ഷിക്കുക, നഗരത്തിന് ദോഷം വരുത്തുന്ന ലൈറ്റ് മെട്രോ പദ്ധതി ഉപേക്ഷിച്ച് ബൈപ്പാസിൽ ജംഗ്ഷനുകളിൽ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങൾ. നഗരത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പാരമ്പര്യം പുതിയ തലമുറയ്ക്ക് അനുഭവിച്ചറിയാവുന്ന വിധത്തിൽ SK പൊറ്റക്കാട്, VK കൃഷ്ണമേനോൻ തുടങ്ങിയവരുടെ ഭവനങ്ങൾ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നും സിറ്റിസൺസ് വോയിസ് കോഴിക്കോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് നഗരത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകണം എന്നും ഇവിടുത്തെ മഹാഭൂരിപക്ഷം സാധാരണക്കാർക്ക് അവരുടെ വിനോദത്തിനും വിശ്രമത്തിനും വിജ്ഞാനത്തിനും കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാവണമെന്നും ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം എന്നിവ വരും തലമുറയ്ക്ക് കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമായിരിക്കണം ഇവിടെ നടപ്പിലാക്കേണ്ടതെന്നും സിറ്റിസൺസ് വോയിസ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോഴിക്കോട്ട് നഗര ജനപക്ഷ വികസന രേഖ പുറത്തിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തട്ടാൻ സമുദായത്തിലെ സ്വർണ്ണ തൊഴിലാളികളെ പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിക്കണമെന്നും നിലവിൽ 2% സംവരണം 5% ഉയർത്തണമെന്നും തട്ടാൻ കൾച്ചറൽ സൊസൈറ്റി ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ തട്ടാൻ സമുദായത്തിന്റെ പുരോഗതിക്കായി തട്ടാൻ കൾച്ചറൽ സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയതായും ഭാരവാഹികൾ പറഞ്ഞു. കടബാധ്യതകൾ തീർക്കുവാനാവാതെ ആത്മഹത്യക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിന്റെ പരമ്പരാഗത തൊഴിലായ സ്വർണ്ണപ്പണി യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തട്ടാൻ സമുദായത്തിലെ 80% കുടുംബാംഗങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ തീർക്കുവാനാകാതെ ആത്മഹത്യക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് തട്ടാൻ കൾച്ചറൽ സൊസൈറ്റീസ് ഭാരവാഹികൾ പറഞ്ഞു. സമുദായത്തിന്റെ പരമ്പരാഗത തൊഴിലായ സ്വർണ്ണപ്പണി യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തട്ടാൻ സമുദായത്തിലെ സ്വർണ്ണ തൊഴിലാളികളെ പരമ്പരാഗത കൈവേലക്കാരായി അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ നൽകണമെന്നും നിലവിലുള്ള 2% സംവരണത്തിൽ നിന്നും 5% ഉയർത്തണമെന്നും തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിയ പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളികളെ BPL പട്ടികയിൽ ഉൾപ്പെടുത്തി സമുദായത്തെ സംരക്ഷിക്കണമെന്നും തട്ടാൻ കൾച്ചറൽ സൊസൈറ്റി ആവശ്യപ്പെട്ടു. വിശ്വകർമ്മ തട്ടാൻ സമുദായത്തിന്റെ ഉന്നമനത്തിനായി തട്ടാൻ കൾച്ചറൽ സൊസൈറ്റി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി.
കമ്മ്യൂണിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ആശയപരമായ തകർച്ച പ്രവചിച്ച ചിന്തകനായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എന്ന് BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ പറഞ്ഞു. ദീനദയാൽ അനുസ്മരണ ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ആശയപരമായ തകർച്ച പ്രവചിച്ച ചിന്തകനായിരുന്നു പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എന്ന് BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ പറഞ്ഞു. ദീനദയാൽ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ഈ പ്രവചനം നടന്നത്. ലോകം അഭിമുഖീകരിക്കുന്ന ദാർശനിക പ്രതിസന്ധി പരിഹരിക്കുവാൻ ഭാരതീയ ദർശനത്തിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സമഗ്രമായ ജീവിത ദർശനം എന്ന നിലയ്ക്കാണ് ഏകാത്മ മാനവ ദർശനത്തെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ജനസംഘത്തിന്റെ ദാർശനിക അടിത്തറയായി അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P ജിജേന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തെ പ്രതിസന്ധികളും അപജയങ്ങളും കാണുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ദീൻദയാൽജിയുടെ ജീവിതം, അദ്ദേഹം കാണിച്ചു തന്ന മാതൃക അതൊരു പാഠമാക്കിയാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരളവ് വരെ പരിഹാരമായിരിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. P പീതാംബരൻ, PK അജിത് കുമാർ, നമ്പിടി നാരായണൻ, C വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വടകരയിൽ നടന്ന അനുസ്മരണം VV രാജനും പന്തിരംഗവിൽ നടന്ന അനുസ്മരണം P രഘുനാഥും ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സഹകരണ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണം നൽകി. KDC ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സഹകരണ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. സഹകരണ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക, നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ത്രിതല ബാങ്കിംഗ് മേഖലയെ ഒരു ശൃംഖലയ്ക്ക് കീഴിൽ കൊണ്ടുവരിക, സഹകരണ ശാക്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് സന്ദേശജാഥയുടെ ലക്ഷ്യങ്ങൾ. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുര്യൻ ജോയ് നയിക്കുന്ന ജാഥയ്ക്ക് ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമത്തിലോ നഗരത്തിലോ ജീവിക്കുന്നതിനിടയ്ക്ക് സാധാരണ മനുഷ്യർക്ക് കൂടി സൗഹൃദത്തോടുകൂടി, കുറെ കൂടി സഹകരണ മനസ്ഥിതിയോടുകൂടി, കുറെ കൂടി പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് നിയമങ്ങളിൽ അല്പാൽപ്പം ഇളവ് വരുത്തിക്കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹകരണ മേഖലയുടെ ആരംഭം. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബാങ്ക് ജനറൽ മാനേജർ CK അബ്ദുൽ മജീദ് ജാഥാംഗങ്ങളെ ഷാൾ അണിയിച്ചു. സഹകരണ മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ICM ഡയറക്ടർ VM ശശികുമാർ വിഷയം അവതരിപ്പിച്ചു. കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി E രമേഷ് ബാബു, കാലിക്കറ്റ് ടൌൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M ഭാസ്കരൻ, ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ, സംസ്ഥാന സഹകരണ ബാങ്ക് ഡയറക്ടർ വിജയ D നായർ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ VS വത്സരാജ്, KP അജയകുമാർ, P പ്രദീപ് കുമാർ, U രാജീവൻ, സംസ്ഥാന സഹകരണ ബാങ്ക് ചീഫ് ജനറൽ മാനേജർ KC സഹദേവൻ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ഗ്രാമീണ ഗവേഷക സംഗമം മാർച്ച് 9, 10, 11 തീയതികളിൽ കോഴിക്കോട് ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന വിധം സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഗ്രാമീണ ഗവേഷക സംഗമം. ഗ്രാമീണ ഗവേഷകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ കണ്ടുപിടുത്തങ്ങൾ ജനമധ്യത്തിലെത്തിക്കുകയും അവർക്ക് ആവശ്യമായ സാങ്കേതിക വിജ്ഞാനം നൽകുന്നതിനു വേണ്ടിയുള്ള വേദി കൂടിയാണ് ഗ്രാമീണ ഗവേഷക സംഗമം. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർക്ക് തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവസരവും സംഗമത്തിലുണ്ടാകും. ഗ്രാമീണ മേഖലയിലെ നൂതന കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന ഗ്രാമീണ ഗവേഷക സംഗമത്തിൽ പങ്കെടുക്കുന്ന
ഗവേഷകർക്ക് സമ്മാനങ്ങളും വിദ്യകൾ വികസിപ്പിച്ച വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകും. മാർച്ച് 9, 10, 11 തീയതികളിൽ നടക്കുന്ന ഗവേഷക സംഗമത്തിലും എക്സിബിഷനിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി പങ്കെടുക്കാവുന്നതാണെന്നും പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സീസ്റ്റഡ് പഴയ താലൂക്ക് ഓഫീസ് മന്ദിരം പുതിയറ PO കോഴിക്കോട് ഫോൺ 049527234117 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണമെന്നും ഡയറക്ടർ ഡോക്ടർ അജിത് പ്രഭു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേണുഗോപാലൻ പുത്തൻപുരയിൽ രചിച്ച കാശിക്കുമപ്പുറം എന്ന തീർത്ഥയാത്രാ വിവരണ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കവി PK ഗോപി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭാരതത്തിന്റെ പൌരാണിക ചരിത്രവും സംസ്കാരവുമെല്ലാം വസ്തുനിഷ്ഠമായ വിവരണത്തോടെ ഓർമ്മിപ്പിക്കുന്ന വേണുഗോപാലൻ പുത്തൻപുരയിൽ രചിച്ച കാശിക്കുമപ്പുറം എന്ന തീർത്ഥയാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ പ്രകാശനം കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. പട്ടേൽ പ്രഭാകരൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കവി PK ഗോപി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. സഹൃദയസുന്ദരമായ ഏതോ ഉദയസ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ആയുസിന്റെ വെളിയാളം കേട്ട് ഒരാൾ പതുക്കെ നടന്നു പോകുന്നു. NE ബാലകൃഷ്ണമാരാർ, ചേന്തൻ തുളസീതളം, MK ബീരാൻ, ഗ്രന്ഥകർത്താവ് വേണുഗോപാലൻ പുത്തൻപുരിയിൽ, MV രാമകൃഷ്ണൻ, രാജഗോപാലൻ കാരപ്പറ്റ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പ്രിയദർശൻലാൽ പുസ്തക പരിചയം നടത്തി. ഭാരതത്തിന്റെ പൌരാണിക ചരിത്രവും സംസ്കാരവുമെല്ലാം വസ്തുനിഷ്ഠമായ വിവരണത്തോടെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ഗ്രന്ഥം. പുണ്യകർമ്മങ്ങളെ കൊണ്ടും പുണ്യാത്മാക്കളുടെ പാദസ്പർശം കൊണ്ടും പുണ്യനദികളുടെയും ക്ഷേത്രങ്ങളുടെയും സാന്നിധ്യം കൊണ്ടും പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങളാണ് തീർത്ഥാടന സ്ഥാനങ്ങൾ. അവിടങ്ങളിൽ സന്ദർശനം നടത്തിയും പുണ്യനദികളിൽ സ്നാനം ചെയ്തും പുണ്യം സമ്പാദിക്കലാണ് തീർത്ഥയാത്രയുടെ ലക്ഷ്യം. എന്നാൽ ലക്ഷ്യത്തെ മാത്രമല്ല ഭാരത പൌരാണിക ചരിത്രവും സംസ്കാരവുമെല്ലാം വസ്തുനിഷ്ഠമായ വിവരണത്തോടെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ഗ്രന്ഥം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. സമ്പൂർണ്ണ പരിവർത്തനം യോഗയിലൂടെ എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി യോഗ അധ്യാപക പരിശീലനം, കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിവരികയാണ് സ്വസ്തി ഹോളിസ്റ്റിക് യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ശാരീരികവും മാനസികവുമായ വികാസത്തിന് യോഗ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന തിരിച്ചറിവിലൂടെ ഒരു ശീലമായി തീരുകയാണ് ഇപ്പോൾ. സ്വസ്തിയുടെ 3ാം വാർഷികാഘോഷം യോഗ ചാമ്പ്യൻഷിപ്പോടെ ആഘോഷിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ഫെബ്രുവരി 14 നളന്ദ ഓഡിറ്റോറിയത്തിൽ ഗുരുസമക്ഷം എന്ന പരിപാടിയിലൂടെ ഗുരുക്കന്മാരെയും ആദരിക്കും. പരിപാടികൾ ഉത്തരമേഖല ADGP നിതിൻ അഗർവാൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷനാകുമെന്നും സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ്, മലബാറിന് അവഗണന. ESIയിൽ കെട്ടിക്കിടക്കുന്ന പണം അവശർക്ക് വീതിച്ചു നൽകണമെന്ന് പെൻഷൻകാർ. ESI പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ധർണാ സമരം. മാനസിക രോഗത്തിൽ നിന്നും വിമുക്തി നേടിയവർക്ക് തണലൊരുക്കി മുരുകന്റെ തെരുവ് വെളിച്ചം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.